ഇറാൻ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ആവർത്തിച്ച് ഇസ്രായേൽ. ബെന്യാമിൻ നെതന്യാഹു സുരക്ഷാ മേധാവികളുടെ യോഗം വിളിച്ചു. മേഖലയിൽ ആണവായുധം ഉപയോഗിക്കുന്നതിനോട് അമേരിക്ക വിയോജിച്ചു. ഇറാൻ മിസൈലുകൾ ഇസ്രായേൽ വ്യോമതാവളങ്ങളിൽ പതിച്ചതായി ഇസ്രായേലും സ്ഥിരീകരിച്ചു. ലബനാൻ അതിർത്തിയിൽ ഹിസ്ബുള്ളയുമായുള്ള ഏറ്റുമുട്ടൽ 8 ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെട്ടു. കഴിഞ്ഞ ദിവസം തെൽ-അവീവിലെ വെടിവയ്പ്പിന്റെ ഉത്തരവാദിത്തം ഹമാസ് ഏറ്റെടുത്തു. വാർത്തയുടെ വിശദാംശങ്ങളുമായി MC നാസറും മുജീബ് റഹ്മാനും ചേരുന്നുണ്ട്. ആദ്യം MC നാസറിലേക്ക്. നാസർ, ഇപ്പോൾ ലബനാനിലാണ് കരയുദ്ധത്തിലേക്ക് കടന്ന് കൂടുതൽ രൂക്ഷമായിരിക്കുന്നത് സാഹചര്യമെന്ന് കരുതുന്നു. എന്താണ് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ? തന്നെ വലിയ രൂക്ഷമായിട്ടുള്ള ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഇസ്രായേലിൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്ന് ശക്തമായിട്ടുള്ള ആക്രമണം നടന്നു. ഔദ്യോഗികമായിട്ട് 8 സൈനികർ കൊല്ലപ്പെട്ടതായിട്ട് ഇസ്രായേൽ നേതൃത്വം തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. പക്ഷേ കൊല്ലപ്പെട്ട സൈനികരുടെ എണ്ണം 14 മുതൽ 20 വരെ വരുമെന്നാണ് അനൗദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ടുകൾ. നിരവധി സൈനികർ, ഏതാണ്ട് 34 സൈനികർക്ക് ഗുരുതരമായി തന്നെ പരിക്കേറ്റ നിലയിൽ അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരുപക്ഷെ ലബനാനിലേക്കുള്ള കരയാക്രമണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഏറ്റ ഈ തിരിച്ചടി നെതന്യാഹു ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തെയും സൈനിക നേതൃത്വത്തെയും അമ്പരപ്പിച്ചിട്ടുണ്ട്. കാരണം അവരൊക്കെയും പ്രതീക്ഷിച്ചത് ഹസൻ നസ്രുള്ളയുടെ വിയോഗത്തെ തുടർന്ന് അല്ലെങ്കിൽ പ്രധാനപ്പെട്ട കമാൻഡർമാരെ ഒക്കെ വധിച്ചതിൻ്റെ ഒരു ആഘാതത്തിൽ ഹിസ്ബുല്ലയ്ക്ക് കൃത്യമായിട്ടുള്ള ഒരു പ്രതിരോധം പ്രധാനമായിട്ടും ഈ കരയുദ്ധത്തിൽ നടത്താൻ സാധിക്കുകയില്ല എന്നൊരു കണക്കുകൂട്ടലിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ ആക്രമണത്തിൻ്റെ രണ്ടാം ദിവസം പുലർന്നത്. പക്ഷേ അതിശക്തമായിട്ടുള്ള തിരിച്ചടിയാണ് ഹിസ്ബുല്ലയുടെ ഭാഗത്തു നിന്ന് ഇസ്രായേൽ സൈന്യത്തിന് ഏൽക്കേണ്ടി വന്നിരിക്കുന്നത്. ഏറ്റവും കഴിവുറ്റ ഉയർന്ന റാങ്കുകളിലുള്ള സൈനികരും കൊല്ലപ്പെട്ടവരിൽ ഉൾപ്പെടും. അതുകൊണ്ട് തന്നെ വളരെ കരുതലോടുകൂടി മാത്രമാണ് ഇപ്പോൾ കരയുദ്ധത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് ഇസ്രായേലിന് നീങ്ങാനാവുകയുള്ളൂ. വലിയ തോതിലുള്ള സൈനിക സന്നാഹങ്ങൾ വീണ്ടും അതിർത്തി മേഖലയിലേക്ക് ഇസ്രായേൽ എത്തിച്ചിട്ടുണ്ട്. നിരവധി ഹെലികോപ്റ്ററുകളും പരിക്ക് പറ്റിയവരെ അവിടെ നിന്ന് മാറ്റാനുള്ള സംവിധാനങ്ങളും അവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ അതിശക്തമായിട്ടുള്ള തിരിച്ചടി തന്നെയായിരിക്കും ഇസ്രായേലിനെ കാത്തിരിക്കുന്നതെന്ന് ഹിസ്ബുല്ല നേതൃത്വവും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാരണം അത്രയും സുസജ്ജമായിട്ടുള്ള പരിശീലനം സിദ്ധിച്ച 1 ലക്ഷം മുതൽ 1.5 ലക്ഷത്തോളം വരുന്ന സൈനികരെയാണ് ഈ ഹിസ്ബുല്ല അവിടെ അണിനിരത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇസ്രായേലിൻ്റെ കണക്കുകൂട്ടലുകൾക്ക് അപ്പുറത്തേക്കുള്ള ശക്തമായിട്ടുള്ള ഒരു പ്രതിരോധം ആ ഭാഗത്തു നിന്ന് രൂപപ്പെടുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് ഇന്നലെ ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്ന ഏറ്റവും ശക്തമായിട്ടുള്ള ആ മിസൈൽ ആക്രമണത്തിന്റെ അമ്പരപ്പും ഇസ്രായേലിനെ തിരിച്ചടി എങ്ങനെയായിരിക്കും എന്ന് പറയണം. ഞാൻ നാസറിലേക്ക് വരാം.